നമസ്കാരം. പ്രധാന വാർത്തകൾ. കഴക്കൂട്ടത്ത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ MDMA-യുമായി 2 പേർ പിടിയിൽ. നെയ്യാർഡാം സ്വദേശി ദീപക്, കള്ളിക്കാട് സ്വദേശി അച്ചു എന്നിവരാണ് പിടിയിലായത്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ 14 ഗ്രാം MDMA-യാണ് പിടികൂടിയത്. കഴക്കൂട്ടം ചന്തവിളയിൽ വെച്ച് പോത്തൻകോട് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് MDMA പിടികൂടിയത്. കോട്ടയം ചങ്ങനാശ്ശേരിയിലും MDMA-യും കഞ്ചാവുമായി യുവാവ് പിടിയിലായി. മാമൂട് സ്വദേശി ആകാശാണ് പിടിയിലായത്. 10 ഗ്രാം MDMA-യും 1 കിലോ കഞ്ചാവുമാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധവുമായി SFI. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കന്റോൺമെന്റ് ഹൌസിന് മുന്നിൽ SFI നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുന്നിൽ നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിലേക്ക് എത്തിയത്. SFI ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വീടിന് മുന്നിൽ പോസ്റ്റർ ഒട്ടിക്കാനുള്ള ശ്രമം സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞതോടെയാണ് സ്ഥലത്ത് സംഘർഷമുണ്ടായത്. ഇതോടെ കൂടുതൽ പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തി. നിലവിൽ കൂടുതൽ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുന്നിൽ സംഘടിച്ചിരിക്കുകയാണ്. വീടിന് മുന്നിൽ ഫ്ലെക്സുമായി പ്രതിഷേധം നടക്കുന്നുണ്ട്. 17-കാരൻ കൂട്ടുകാരിയായ വിദ്യാർത്ഥിനിയെ ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും തട്ടി. +2 വിദ്യാർത്ഥി സുഹൃത്തായ വിദ്യാർത്ഥിനിയെ ഭീഷണിപ്പെടുത്തി വീട്ടിൽ നിന്നും പണവും സ്വർണവും എടുപ്പിച്ചതായി പരാതി. കോഴിക്കോട് നരിക്കുനിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. ലഹരിമരുന്ന് വാങ്ങാനായിട്ടാണ് പണം തട്ടിയത്. സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പ്രായപൂർത്തിയാകാത്ത പ്രതി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചത് വീട്ടുകാർ കണ്ടെത്തിയതോടെ പെൺകുട്ടി കാര്യങ്ങൾ തുറന്നു പറയുകയായിരുന്നു. കുറ്റാരോപിതനായ വിദ്യാർത്ഥി ലഹരി മാഫിയയുടെ കണ്ണിയാണെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചു. പരാതി ലഭിച്ചതിനെ തുടർന്ന് കാക്കൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴയിൽ LP സ്കൂൾ പ്രഥമാധ്യാപകനെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 13-ാം വാർഡിൽ അത്തിക്കാട്ട് വാസുദേവന്റെ മകൻ V സന്തോഷിനെയാണ് ടൗൺ LP സ്കൂളിന് കിഴക്കുള്ള വാടക കെട്ടിടത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാങ്കുളം ഗവൺമെന്റ് UP സ്കൂളിലെ പ്രധാനാധ്യാപകനും KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമാണ് മരിച്ച സന്തോഷ്. തിങ്കളാഴ്ച സന്തോഷ് സ്കൂളിൽ എത്തിയിരുന്നില്ല. ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ല. ഇതോടെ സഹാധ്യാപകർ വൈകിട്ട് 3 മണിയോടെ സന്തോഷിന്റെ താമസ സ്ഥലത്തെത്തി. മുറിയുടെ വാതിൽ അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. ജനൽ തുറന്നു നോക്കിയപ്പോൾ കട്ടിലിൽ കിടക്കുന്ന അവസ്ഥയിലാണ് കണ്ടത്. ഉടൻ തന്നെ വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ബൈക്ക് യാത്രികനെ രക്ഷിക്കാനായി വെട്ടിച്ച സ്വകാര്യ ബസ് ഗട്ടറിൽ വീണു. യാത്രക്കാർക്ക് പരിക്ക്. വടകരയ്ക്ക് സമീപം കൈനാട്ടിക്കും ബാലവടിക്കുമിടയിൽ ഇന്ന് വൈകിട്ട് 6:30ഓടെയാണ് അപകടമുണ്ടായത്. വടകര വളയം കല്ലുനിര റൂട്ടിൽ സർവീസ് നടത്തുന്ന ഗുഡ്വേ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൈനാട്ടി മേൽപ്പാലം ഇറങ്ങി വരികയായിരുന്ന ബസ് എതിർദിശയിൽ അപകടകരമായ രീതിയിലെത്തിയ ബൈക്കിൽ തട്ടാതിരിക്കാനായി വെട്ടിക്കവേ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇതിനിടയിലാണ് റോഡരികിലെ ഗട്ടറിലേക്ക് വീണത്. സമീപത്തെ ഒരു തെങ്ങിൽ ഇടിച്ചാണ് ബസ് നിന്നത്. ബസ്സിലുണ്ടായിരുന്ന 20ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റതായാണ് ലഭിക്കുന്ന വിവരം. 10ഓളം പേരെ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്.